നമസ്കാരം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആൻഡമാൻ ദ്വീപിനടുത്ത് ഇന്ത്യയുടെ ഭാവി തന്നെ മാറ്റിമറിക്കാനുതകുന്ന ഒരു അമൂല്യ നിധി നിക്ഷേപമുള്ളതായി സൂചന. 2 ലക്ഷം കോടിയിൽ പരം ലിറ്റർ അസംസ്കൃത എണ്ണയുടെ ശേഖരം അവിടെ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. കടലിനടിയിലെ ഈ നിക്ഷേപം സംബന്ധിച്ച പര്യവേഷണങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. അടുത്തിടെ സൗത്ത് ആഫ്രിക്കൻ രാജ്യമായ ഗയാനയിൽ 11.6 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ നിക്ഷേപം കണ്ടെത്തുകയുണ്ടായി. ആ എണ്ണപ്പാടത്തേക്കാൾ വലുതാണ് ഇന്ത്യ നിലവിൽ പര്യവേഷണം നടത്താൻ പോകുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നിർദ്ദിഷ്ട മേഖലയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗയാനയിൽ കണ്ടെത്തിയ എണ്ണശേഖരം ആ രാജ്യത്തിന്റെ അതുവരെയുണ്ടായിരുന്ന സ്ഥിതി ഒന്നാകെ മാറ്റിമറിച്ചു. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ 20 ഓയിൽ റിസർവുകളുടെ പട്ടികയിൽ അവിടം ഇടം നേടിയും കഴിഞ്ഞു. ആ എണ്ണ നിക്ഷേപം അടിസ്ഥാനമാക്കിയുള്ള പര്യവേഷണം ആരംഭിച്ചതോടെ അവിടുത്തെ സാമ്പത്തിക മേഖല വൻതോതിൽ അഭിവൃദ്ധിപ്പെടുകയും ചെയ്തു. ഇതേ രീതിയിൽ ഇന്ത്യയും വലിയ മുന്നേറ്റത്തിന് വേദിയായി തീരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ ഇന്ത്യയുടെ നിലവിലെ $3.7 ട്രില്യൺ സാമ്പത്തിക മേഖല 20 ട്രില്യൺ കോടി എത്തി നിൽക്കുമെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി വിശദീകരിക്കുന്നു. നിലവിൽ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത് വൻതോതിലുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലൂടെയാണ്. രാജ്യത്ത് ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ 85% വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതാണ്. ലോകത്തിപ്പോൾ US-ഉം ചൈനയും കഴിഞ്ഞാൽ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം 242.4 ബില്യൺ, അതായത് ഏകദേശം 20 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യ എണ്ണ ഇറക്കുമതിക്കായി ചെലവാക്കിയത്. ആൻഡമാൻ കടലിൽ ഉണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്ന എണ്ണ നിക്ഷേപം പ്രയോജനപ്പെടുത്താനായാൽ അത് സമീപഭാവിയിൽ ക്രൂഡ് ഓയിലിനായുള്ള ഇന്ത്യയുടെ ഇറക്കുമതി ആശ്രയത്വം കുറയ്ക്കുമെന്നതിനുപരി വൻ കയറ്റുമതി സാധ്യതയ്ക്കും അത് വഴി തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്ത് നിലവിൽ അസം, ഗുജറാത്ത്, രാജസ്ഥാൻ, മുംബൈ ഹൈ, കൃഷ്ണ ഗോദാവരി നദീതടം എന്നീ മേഖലകളിൽ എണ്ണ പരിവേഷണം നടത്തി വരുന്നുണ്ട്. ഇതുകൂടാതെ അടിയന്തര ഘട്ടങ്ങൾ മുന്നിൽ കണ്ട് വിശാഖപട്ടണം, മംഗളൂരു, പദൂർ എന്നിവിടങ്ങളിൽ തന്ത്രപ്രാധാന്യ പെട്രോളിയം റിസർവുകളും സൂക്ഷിക്കുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്താനിരിക്കുന്ന എണ്ണ പരിവേഷണം ONGC തുടങ്ങിയ കമ്പനികളുടെ കൂടി പങ്കാളിത്തത്തോടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ ONGC രാജ്യത്ത് 438 എണ്ണക്കിണറുകൾ പ്രവർത്തിപ്പിച്ചു വരുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രം കേന്ദ്രീകരിച്ച് നടത്താനൊരുങ്ങുന്ന എണ്ണശേഖര പരിവേഷണം 37 വർഷത്തിനിടയിൽ നടത്തിയ ഏറ്റവും വലിയ പരിവേഷണ പദ്ധതിയാണ്. അതേസമയം ഇത്തരം ബൃഹത് എണ്ണ പരിവേഷണ പദ്ധതികൾക്കായി വൻതുക ചെലവാക്കുന്നത് വളരെയേറെ വെല്ലുവിളികളും ഉയർത്തുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ചൂണ്ടിക്കാണിക്കുന്നു. ഗയാനയിൽ $100 മില്യൺ വീതം ചെലവിട്ട് 44 എണ്ണക്കിണറുകൾ കേന്ദ്രീകരിച്ചാണ് പരിവേഷണം നടത്തിയത്. അതിൽ 41ാമത്തെ സ്പോട്ടിലാണ് കൂടിയ തോതിലുള്ള എണ്ണ കണ്ടെത്താനായത്. അദ്ദേഹം വിശദീകരിക്കുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.